ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി. ഭയങ്കരം തന്നെ. സൂപ്പർ മാർക്കറ്റുകളിലെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാനും പരിശോധിക്കാനും പ്രത്യേക ആപ്പ്. ബഹിഷ്കരണം സംബന്ധിച്ച് മദ്രസകളിൽ പ്രത്യേകം ക്ലാസുകൾ നൽകണമെന്നും നിർദ്ദേശം. കോഴിക്കോട് നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വി റോർ ഫോർ ഗാസ എന്ന സ്ട്രീറ്റ് വാക്കിലാണ് വിവാദ പരാമർശങ്ങൾ. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ അത് വാങ്ങി കൊടുക്കാതിരിക്കുക, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക. നമ്മുടെ മദ്രസകളിലും സ്കൂളുകളിലും പാഠശാലകളിലും ഒരു അധ്യാപകൻ ഇന്ന് ധാർമ്മികതയുടെ പാഠമായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കരുത് പെണ്ണുമക്കളെ എന്നവരോട് പറയലാണ്. ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്ന് മദ്രസാധ്യാപകർ കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ് എടുക്കണം. നോക്കാതെ ചെയ്തിരിക്കും. ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാതിരിക്കുക എന്നത് വിശ്വാസപരമായ ബാധ്യതയാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ പ്രത്യേക മാപ്പ് ഉണ്ട്, അത് ഉപയോഗിക്കണം. ഇങ്ങനെ നീളുന്നു തീവ്ര മുസ്ലിം സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം. കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ വി റോർ ഫോർ ഗാസ എന്ന സ്ട്രീറ്റ് വാക്കിലാണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയത്. മനസ്സിന്റെ ഓരോ സമാധാനം സന്തോഷമൊക്കെ പാട് എന്നാൽ ഈ ആഹ്വാനം പ്രചരിപ്പിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ നിർണായക സംഭാവന നൽകിയത് ഇസ്രയേലാണെന്നും അതുകൊണ്ട് ആദ്യം ജമാഅത്തെ ഇസ്ലാമി മൊബൈൽ ഫോൺ ബഹിഷ്കരിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇതിനോടുള്ള പ്രതികരണം. സത്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, എന്തിനാ ഇത്ര വെപ്രാളം പരിവേശമൊക്കെ? സ്റ്റുഡിയോ ബഹിഷ്കരണത്തെ തള്ളിക്കളഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്രയേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനവും പുച്ഛത്തോടെ തള്ളുകയാണ് പൊതുസമൂഹം. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ചിരി മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡി പറഞ്ഞടാ. പാവങ്ങളുടെ ബ്രാൻഡായി ടാറ്റ തുടങ്ങിയ സൂഡിയോ എന്ന തുണിത്തര സ്ഥാപനം ബഹിഷ്കരിക്കാനാണ് കേരളത്തിലെ ഒരുപറ്റം സുഡാപ്പികൾ എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ മൗദൂദി കുഞ്ഞുങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല, പേടിക്കേ വേണ്ട. അവസാനത്തെ ഹമാസുകാരനെ വരെ അറുത്ത് ബിരിയാണി വെച്ചതിന് ശേഷമേ യുദ്ധം നിർത്തുകയുള്ളൂ എന്നാണ് നെതന്യാഹു പറയുന്നത്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കുടുംബത്തുകാരെ വെട്ടിപ്പറിച്ചിട്ട് പോകും. ആദ്യകാലത്ത് ഈ ഹമാസുകാരെ കൈമയും മറന്ന് അനുകൂലിക്കുകയും കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചേർന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു, CPM കാരുണ്ടായിരുന്നു, DYFI ഉണ്ടായിരുന്നു, മറ്റൊരുപാട് സംഘടനകളുണ്ടായിരുന്നു. അവരാരും ഇപ്പൊ കാണാനില്ല. സത്യമായിട്ട് ഇതിന് മാത്രം ഞാൻ ഉത്തരവാദിയല്ല. ഇപ്പൊ ഹമാസ് ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങളും ഒരു സ്ഥലത്തുമില്ല. അറബ് രാജ്യങ്ങളെല്ലാവരും തന്നെ നിസ്സംഗരാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നേരത്തെ പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനൊക്കെ പോയ ആളുകളൊക്കെ ഇപ്പൊ ഷെഡിൽ കയറി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ വന്നിട്ട് പോയിട്ട് ആകെയുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതായത് SIO എന്ന് പറയും. SIO ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. അവർ മനസാക്ഷിയുള്ളവരാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. ഇസ്രായേലുകാർ ഗാസയിൽ നടത്തുന്ന നരമേധത്തിൽ പ്രതിഷേധിച്ച് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഡൽഹിയിൽ പോയി ഇസ്രായേൽ എംബസിന് മുമ്പിൽ പ്രകടനം നടത്താം, സമരം ചെയ്യാമെന്ന് വെച്ചാൽ മേല് തോന്നുന്ന പരിപാടിയാണ്. ഡൽഹിയിൽ മോഡിയുടെ ഭരണമാണ്. അവിടെ പോയി സമരം ചെയ്താൽ അടിയടി പൂരം പൊടിയേരി കഞ്ചേരി. ഈ മേല് തോന്നുന്ന പരിപാടിക്ക് പൊതുവെ SIOക്കാർ പോകില്ല. അവര് ദേഹാധ്വാനം കുറഞ്ഞ ഷർട്ടിൽ പൊടി പറ്റാത്ത പരിപാടികൾക്ക് മാത്രം പോകും. ഏത് കാര്യത്തിനിറങ്ങിയാലും ലോക തോൽവി കണ്ടാലറിയാം. നേരത്തെ സ്റ്റാർബക്സിലും മക്ഡൊണാൾഡിലും ഒക്കെ ഇവർ സമരത്തിന് പോയി. അത് ഇസ്രായേലുകാരുമായിട്ട് ബന്ധമുള്ള കമ്പനിയാണ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് എന്ന് കേട്ടിട്ട് ഇപ്പോൾ അതും പറ്റാത്ത സാഹചര്യമായി. കോഴിക്കോട്ട് ഇവർ സമരം ചെയ്താൽ പോലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോട് പഴയ പോലെ മുഹബത്തില്ല. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാൽ. അതുകൊണ്ട് ആ സമരവും നടക്കുകയില്ല എന്ന് മനസ്സിലായ SIOക്കാർ ഒരു ബുദ്ധിമാന്മാരാണ്. അവര് നമ്മുടെ ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ വസ്ത്ര വിൽപ്പനശാലയുടെ മുമ്പിൽ സമരം തുടങ്ങിയിരിക്കുകയാണ്. ഏറെ കളിച്ചാൽ ഈ മുനിസിപ്പാലിറ്റി കെട്ടിടം വരെ ഞാൻ ജപ്തി. ആദ്യം വെള്ളം വയ്ക്കണ്ട, ഞാൻ എന്റെ വികാരം പ്രകടിപ്പിച്ച വീട്ടിൽ പോയി പ്രകടിപ്പിച്ചാൽ മതി. ആ സ്റ്റുഡിയോയുടെ പടിക്കൽ പോയി സമരം ചെയ്തിട്ടാണ് നമ്മുടെ SIOക്കാരായ കുട്ടികൾ ഈ ഗസയുടെ കണ്ണീരൊപ്പം പോകും. ഈ സ്റ്റുഡിയോ പൂട്ടിക്കും എന്നുള്ളതാണ് ഇവരുടെ പുതിയ മുദ്രാവാക്യം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. അതുപോലെ ഗാസയിൽ യുദ്ധം നടക്കുന്നതിന് കോഴിക്കോട്ട് സ്റ്റുഡിയോയുടെ മുമ്പിൽ സമരം ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവുണ്ട്. ഇവർ പറയുന്നത് ഈ സ്റ്റുഡിയോയിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. സാമ്രാജ്യത്വത്തെ ചെറുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കണം. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. ഈ കച്ചവടം പൂട്ടിക്കഴിഞ്ഞാൽ ടാറ്റ മുട്ടുകുത്തും.
ടാറ്റ മുട്ടൂത്തി കഴിഞ്ഞാൽ ടാറ്റയുടെ ഉറ്റ പങ്കാളിയാണ് ഇസ്രായേൽ. ഇസ്രായേലിലേക്കുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ടാറ്റ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കേണ്ടത്. ആ ഉൽപ്പന്നങ്ങൾ കിട്ടാതെ വരുമ്പോൾ നെതന്യാഹു മുട്ടൂത്തും. ചെറിയ ബുദ്ധി തോന്നിയതാണ്. ദൈവം അറിഞ്ഞു തന്നെയാ നിനക്കൊന്നും വലിയ ബുദ്ധി തരാതിരുന്നത്. നെതന്യാഹു മുട്ടൂത്തല്ല, നെതന്യാഹു അവിടെ നിന്ന് എഴുന്നേറ്റ് 101 യാത്ര വിടും. എന്നിട്ട് കേരളത്തിലെ SIO-കാരെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കും. SIO-കാരെ മക്കളെ, നിങ്ങൾ സമരം പിൻവലിക്കണം. നിങ്ങൾ സമരം പിൻവലിച്ച് ടാറ്റയെ സഹായിക്കണം. ടാറ്റയുടെ കച്ചവടം പൂട്ടിക്കരുത്. സ്റ്റുഡിയോ പൂട്ടിയാൽ പിന്നെ ടാറ്റ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ സമരം നിർത്തി പാവപ്പെട്ട ടാറ്റയെ സഹായിക്കണം. ടാറ്റയെ സഹായിക്കാൻ വഴിക്ക് ഇസ്രായേലിനെ നിലനിർത്തും. ടാറ്റ ഇല്ലെങ്കിൽ ഇസ്രായേലില്ല. ഇസ്രായേലിനോട് ജൂതന്മാർ വരെ ടാറ്റ പറഞ്ഞു പോകും. അതുകൊണ്ട് SIO-നെ വിളിച്ച് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വിളിച്ച് കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ വന്ന് സന്ധി സംഭാഷണം നടത്തി ഗസയെ രക്ഷിക്കും. അതുവരെ ഗസ ബാക്കിയുണ്ടാവും നമുക്കറിയില്ല. ഒന്നുകുട്ടി ഏതായാലും ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ കുട്ടികൾ വളരെ രസികന്മാരാണെന്നുള്ളതിന് വേറെ യാതൊരു തെളിവും വേണ്ട. ഈ സമരം വമ്പിച്ച വിജയമായി. കാരണം എല്ലാ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. മുസ്ലിം ഗ്രൂപ്പുകളെക്കാൾ കൂടുതലായിട്ട് അമുസ്ലിം ഗ്രൂപ്പുകളിലാണ് ഇത് ചർച്ച ചെയ്തത്. സംഘപരിവാറുകാരും ക്രിസംഖികളും ഒക്കെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇനി മേലിൽ വസ്ത്രം മേടിക്കണമെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് മാത്രം മേടിക്കൂ, ബാക്കി എല്ലാ കടകളും ബഹിഷ്കരിക്കും. ഏതായാലും സംഗതി ജോറാകുന്നുണ്ട്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.